Ferrero. Ta. Na, namukku cake undakam. Hey guys, welcome back to our channel WOLO. We only live once. നിങ്ങൾ ആർക്കൊക്കെ ഫെററോ റോഷറിന്റെ ആ മുട്ടായി ഇഷ്ടമുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ആ മുട്ടായി കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും പൊതുവെ ആ മുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെററോ റോഷറിന്റെ ഫ്ലേവറിൽ വരുന്ന ഒരു കേക്ക് ഉണ്ടാക്കാനാണ്. അപ്പൊ അത് നമ്മൾ 3 പാർട്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ അതിന്റെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വിപ്പിംഗ് ക്രീം, പിന്നെ ഗണാഷ്, ലാസ്റ്റ് ഡെക്കോർ. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഏതാന്ന് നോക്കാം. 4 മുട്ട, 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് എണ്ണ, ഒരു ഇച്ചിരി ഉപ്പ്, 1 ടീസ്പൂൺ വിനെഗർ, 1/2 കപ്പ് പഞ്ചസാര. അത് പൊടിച്ചെടുക്കണം. ഇപ്പൊ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. ഫ്ലവർ ഇടുകയാണ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, ഒരു പിഞ്ച് സോൾട്ട്. ഇനി ഇതൊരു 3 പ്രാവശ്യം നമ്മളിത് അരിച്ചെടുക്കണം. അപ്പൊ നമ്മൾ 4 മുട്ട പൊട്ടിച്ചിടുകയാണ്. നമ്മൾ എടുക്കുന്ന സാധനം എല്ലാം റൂം ടെമ്പറേച്ചറിൽ വേണം എടുക്കാനായിട്ട്. മുട്ട കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചോ. നമുക്കിനി ഈ മുട്ട ബീറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡ് മിക്സർ ഉണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിപ്പോ നല്ലപോലെ അടിച്ച് പതഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോടെ നമുക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ഇടാം. അതോടെ നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇടാം. നമുക്കൊരു 2 തവണയായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര പൊടിക്കുമ്പോഴാണേലും ജാർ ഇച്ചിരി ചൂടായിട്ട് ആ പഞ്ചസാര ചൂടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതും ആദ്യമേ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ പഞ്ചസാര റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ആണ് ഇപ്പോൾ വെക്കുന്നത്. 1/2 കപ്പ് ഓയിൽ ഒഴിക്കുകയാണ്. ഈ എടുക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ നമ്മളിത് ഓഫ് ചെയ്യാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവാം. ഇതിനി ഒരു 3 പാർട്സ് ആയിട്ട് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഡ്രൈ ഇൻഗ്രീഡിയൻസ്. നമ്മളൊരു 7 ഇഞ്ച് പാൻ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിന് ബേസിൽ ഒരു ബേക്കിംഗ് പേപ്പർ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ഓവനിലോട്ട് ഇത് കേക്ക് വെക്കുന്നതിന് തൊട്ട് മുമ്പേ നമ്മളൊരു 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇത് പതുക്കെ ഫോൾഡ് ചെയ്യാവുള്ളൂ, ഒത്തിരി കുത്തിപ്പിടിച്ച് ഇളക്കരുത്. നമുക്കിത് നല്ലപോലെ ടാപ്പ് ചെയ്ത് വിടാം. ഇനി നമുക്കിത് ഓവനിലേക്ക് കയറ്റാം. ഇത് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് ഷുഗർ ഇടുക, 1 കപ്പ് വെള്ളം എടുക്കാം, 1 നുള്ള് ഉപ്പിടാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. അപ്പം നമ്മൾ അടുപ്പിൽ വെച്ച് തീ കത്തിക്കുകയാണ്. വലിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇനി നമുക്കൊരു 15 ഹേസൽനട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ഹേസൽനട്ടോ അല്ലെങ്കിൽ കാഷ്യൂ, ബദാം ഏതെങ്കിലും എടുക്കാം. ഹേസൽനട്ട് ആയിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഫെററോ റോഷറിന്റെ ടേസ്റ്റ് കിട്ടും. ഒത്തിരി പൊടിഞ്ഞു പോകണ്ട, നല്ലൊരു
ക്രഞ്ച് വേണം, അത്രയും മാത്രം പൊടിച്ചാൽ മതി. നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുക്കേണ്ടത്. ഇത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വിപ്പ് ചെയ്ത് എടുക്കുന്നതെന്ന് കാണാനായിട്ട് ഞങ്ങളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അത് ഈ ലിങ്കിൽ പോയി കാണുക. അപ്പൊ നമ്മളിത് വിപ്പിംഗ് ക്രീം ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് വിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ആഡ് ചെയ്ത് കൊടുക്കണം. ന്യൂട്ടെല്ലയും ഹേസൽനട്ടും ആണ് നമ്മുടെ ഈ ഫെററോ റോഷർ കേക്കിന്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഇതിന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഫുൾ മിക്സ് ആയി. ഇനി നമുക്ക് ഇതൊന്ന് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഇതിനകത്തൊന്നും വന്നിട്ടില്ല, കേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഗണാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 300 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ആണ് എടുത്തേക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ബേക്കിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നമ്മൾ 12 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. നമ്മൾ വിപ്പിംഗ് ക്രീം അടുപ്പയിൽ വെക്കാൻ പോവാണ്, പക്ഷെ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമ്മൾ ചൂടാക്കി എടുക്കാൻ. ഇതൊന്ന് ചൂടായി. അപ്പൊ ഇതിനകത്തോടെ നമുക്ക് ചോക്ലേറ്റ് ഇടാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിന് നമ്മൾ തണുക്കാൻ വെക്കാൻ പോവാണ്. ഒത്തിരി തണുത്ത് പോയാൽ നമുക്കത് ഒഴിക്കാൻ പാടുവരും. അതുപോലെ ഒത്തിരി ചൂടായ വിപ്പിംഗ് ക്രീമിന്റെ പുറത്ത് ഒഴിക്കുമ്പോൾ അത് ഉരുകിപ്പോവും. അതുകൊണ്ട് ആ ഒരു മീഡിയം ടെമ്പറേച്ചറിൽ വേണം നമുക്കിനി ഇത് യൂസ് ചെയ്യാൻ. കേക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വിടിയിച്ചെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ജസ്റ്റ് സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അകത്തേക്ക് കയറണം, ജസ്റ്റ് ആ സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കട്ടിയുള്ള നൂലെടുത്ത് ഇത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡെന്റൽ ഫ്ലോസ് ആണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ആ കട്ട് ചെയ്ത കറക്റ്റ് ആ പോർഷനിൽ വെക്കുക. എല്ലാ സൈഡും അവിടെ കയറ്റി കൊടുക്കണം. നമ്മൾ ആ നൂല് കറക്റ്റായിട്ട് ആ മുറിച്ചതിൻ്റെ അവിടെ കൂടെ കയറ്റിയിട്ട് ഇതിപ്പം ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അത് നമ്മൾ എന്നിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ വലിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അതേപോലെ നമുക്ക് ഒരു പോർഷനൂടെ കട്ട് ചെയ്യാം. ആദ്യം ഒരു ഇച്ചിരി വിപ്പിംഗ് ക്രീം എടുത്ത് ഈ ബോർഡിൽ ഒന്ന് തൂക്കണം, ഇതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് കുറച്ച് കുറച്ചായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നല്ലപോലെ സോക്ക് ആവണം. ഇതിന് മണ്ടയ്ക്കോട്ട് തേക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഹേസൽനട്ട് നമ്മൾ കുറച്ച് ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ന്യൂട്ടെല്ല ഇടാം. നമുക്ക് എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ന്യൂട്ടെല്ല ഒരു ഇച്ചിരി പാടാണ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഹേസൽനട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് ലെയറിനെ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ്, ഈ ഗണാഷിന്റെ ചൂട് ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്കിത് പതുക്കെ ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ റണ്ണിങ് കൺസിസ്റ്റൻസി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഫുൾ കേക്കിൻ്റെ സൈഡിൽ മൊത്തം ആയിട്ടുണ്ട്, അതേപോലെ ബോഡിയിലും ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷെ എപ്പോഴും ഒഴിക്കുമ്പോൾ നമ്മളൊരു വലിയൊരു പാത്രം താഴെ വെക്കാൻ നോക്കണം. അതാകുമ്പോൾ താഴേക്ക് ടേബിളിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഗണാഷ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ അടിപൊളിയായിട്ടില്ലേ? ഇത് ആക്ച്വലി ഞങ്ങള് ഇച്ചുവിന്റെ ബ്രദറിന്റെയും വൈഫിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് ഇപ്പൊ തന്നെ മുറിച്ച് കഴിക്കണം എന്നുണ്ട്, പക്ഷെ നീക്ക് സമ്മതിക്കുന്നില്ല. നമുക്ക് അവിടെ പോയിട്ട് നാളെ ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം നമ്മൾ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒരു ദിവസം ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പക്ഷെ നമ്മൾ എടുക്കുന്നതിന് ഒരു 2-3 hours മുമ്പേ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ. അപ്പൊ ഇത് നമ്മൾ ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. എല്ലാരും അപ്പൊ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഹേസൽനട്ട് ഫെററോ ഒക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുമീ കുളിരോർമകൾ തിരികെ വരും. കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് എങ്ങനെയുണ്ട്? അല്ല, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട്? നിങ്ങൾ എവിടെന്നെങ്കിലും വാങ്ങിച്ചതാണോ? ഓ, അതെങ്ങനെ ഉണ്ടായിരുന്നു? വെറൈറ്റി ആയിട്ടില്ല. ബേബി എങ്ങനെയുണ്ട് ബേബി? സൂപ്പർ. ഇത്രയും സൂപ്പർ.